നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നേരം വെളുക്കുന്നതിന് മുമ്പ് അവൻ കൊട്ടും പാട്ടും തുടങ്ങി. ഒരു ഗർഭിണി ഉണ്ടെന്നുള്ള വിചാരം വേണ്ടേ? ദിയമോളെ കാണാതെ എല്ലാരും വിഷമിച്ചിരിക്കുമ്പോ നമ്മൾ ഇങ്ങനെ കയറി പോകുന്നത് ശരിയായില്ല. ക്ഷീണം കൊണ്ടാ ഞാൻ വന്ന് കിടന്നത്. നിനക്കെങ്കിലും പോയി കുട്ടിയെ തരയായിരുന്നു. എന്റെ ഹരിക്കുട്ടി, ഒരു മനുഷ്യന് വേണ്ട ശരാശരി ഉറക്കം 8 മണിക്കൂറാണ്. ഗർഭിണികൾക്ക് അതിൽ കൂടുതൽ സമയം വേണം. പിന്നെ നിനക്കറിയില്ലേ, എനിക്ക് ഉറക്കൊഴിഞ്ഞ തലവേദന എടുക്കും. പക്ഷെ ദിയമോൾ ഈ കുടുംബത്തിലൊരംഗം, അത് മറക്കരുത്. അതൊക്കെ ശരി തന്നെ. ഇവിടുത്തെ ജീവിതം എടുത്തപ്പോ ദിയ നാട് വിട്ടതായിരിക്കും. ഇങ്ങനെയൊക്കെ പറയാവോ? ഇവിടുത്തെ അന്തരീക്ഷമായി പൊരുത്തപ്പെട്ടു പോകാൻ വയ്യാതായപ്പോ അവൾ സ്വയം രക്ഷപ്പെട്ടു. ചിലപ്പോ കുട്ടിയെ കിട്ടിക്കാണും. വാ, നമുക്ക് ചെന്ന് നോക്കാം. എഴുന്നേക്ക്. അച്ഛാ, അച്ഛാ, എണീക്ക് അച്ഛാ. അച്ഛാ, എണീക്ക്. ബിനു അങ്കിൾ കലാപരിപാടി തുടങ്ങി. ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നതായിരിക്കും. ഇത്ര രാവിലെ ഓ, അവനെ തല്ലി കൊല്ലും നാശം. സ്വസ്ഥായിട്ടൊന്നും കിടന്നുറങ്ങാനും പറ്റില്ല എന്ന് വെച്ചാ. അച്ഛാ, ഇന്നലെ രാത്രി ആദ്യം കിടന്നത് നമ്മളാ. കിടന്നുറങ്ങാൻ നേരത്തെ അമ്മയെ കണ്ടില്ല, ഇപ്പോഴും കണ്ടില്ല. ഇപ്പൊ ബിനു അങ്കിള് രാവിലെ തന്നെ കൊട്ടു തുടങ്ങിയെങ്കില് അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. വാ അച്ഛ, പോയി നോക്കാം. നീ വേണമെങ്കിൽ എഴുന്നേറ്റ് പോ. ഇവനെ കൊണ്ട് തോറ്റല്ലോ. എന്താ മുത്തശ്ശി? എന്താ മുത്തശ്ശി? എന്താ എന്താ പ്രശ്നം? എല്ലാവരും പള്ളിയുറക്കം ഉണർന്നോ? വിളിച്ചുണർത്താൻ വന്നതാ ഞാൻ. പോത്തുപോലെ വളർന്ന 2 ആങ്ങളമാര് വന്ദനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരാപത്ത് വന്നപ്പോ സഹായിക്കാൻ ജഗനെ ഉണ്ടായിരുന്നുള്ളൂ. ഓരോരോ ബാധ്യതകൾ ഏറ്റെടുക്കുമ്പോഴേ വീട്ടുകാരുടെ സമ്മതം കൂടി ചോദിക്കണം. അല്ലാതെ വീട്ടിലുള്ളവരെ വെല്ലുവിളിച്ച് തനിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുമ്പോ കൂട്ടിനാരും കടന്നു വരില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.